നമസ്കാരം, എൻ്റെ പേര് ജോൺസൺ. ഞാനിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിൽ തേനി ഡിസ്ട്രിക്റ്റിലെ തെൻപളനി എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മുടെ ബാക്കിൽ കാണുന്നത് മലാക്ക ഊത് നഴ്സറിയുടെ ചന്ദനത്തോട്ടാണ്. ഹായ് കൂട്ടുകാരെ, കടുകുമണിയുടെ ഇന്നത്തെ യാത്ര തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ തെൻപളനി എന്ന കാർഷിക ഗ്രാമത്തിലേക്കാണ്. രാവിലെ 6:30-ക്കാണ് ഞങ്ങൾ യാത്ര ആരംഭിക്കുന്നത്. ഇവിടുത്തെ റോഡ് നല്ല റോഡും നല്ല സ്ട്രെയിറ്റ് റോഡാണ്. അതുകൊണ്ട് തന്നെ യാത്ര വളരെ കംഫർട്ടബിളാണ്. ഇവിടുത്തെ റോഡിൻ്റെ ഇരുവശങ്ങളിലുള്ള മരങ്ങളും അതിനപ്പുറം വിശാലമായി കിടക്കുന്ന പച്ചക്കറിത്തോട്ടങ്ങളും വാഴക്കൃഷിയും തെങ്ങുംതോപ്പും കൂട്ടത്തിൽ ഈ പ്രഭാതത്തിൽ ചെറിയ തണുപ്പും എല്ലാം കൂടി ഇന്നത്തെ ഈ യാത്ര നല്ല രസകരമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ഈ യാത്രയിലെ മറ്റൊരു സുന്ദരമായ കാഴ്ച എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ ഇരുവശങ്ങളിലുമുള്ള വിൻഡ് മില്ലുകളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല കാറ്റുണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. ഈ സമയത്ത് കാറ്റ് കുറവാണ്, അത് ഏർലി മോർണിംഗിലൊക്കെ ആയതുകൊണ്ടാണ്. ഇപ്പോൾ ഈവനിങ്ങിലൊക്കെ നല്ല കാറ്റുണ്ടാവുമെന്നാണ് ഇവിടുത്തെ ചേട്ടന്മാരൊക്കെ പറയുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൃഷിഭൂമിക്ക് വേണ്ടി മണ്ണൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ്. ഈ ചുവന്ന മണ്ണൊക്കെ കാണുമ്പോൾ അതിങ്ങനെ നോക്കിയിരിക്കാനായിട്ട് ഭയങ്കര രസമാണ്. ശരിക്കും പറഞ്ഞാൽ കൊതിയാണ്, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നും ആ മണ്ണ് കണ്ടു കഴിഞ്ഞാൽ. അങ്ങനെ നമ്മൾ തെൻപളനി എന്ന ജംഗ്ഷനിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ജനങ്ങളൊക്കെ വളരെ ആക്റ്റീവാണ്. രാവിലെ തന്നെ കൃഷിഭൂമിയിലേക്ക് പണിക്കൊക്കെ പോകുന്ന ചേച്ചിമാരൊക്കെ കാണാം. അവർ നല്ല ആഘോഷകരമായിട്ടാണ് അവരുടെ യാത്ര. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. മലാക്ക ഊത് നഴ്സറിയുടെ ചന്ദനത്തോട്ടത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇത് ഏകദേശം 2 ഏക്കറുണ്ട് ഈ ഒരു സ്ഥലം. 850ഓളം ചന്ദനമരങ്ങളാണ് ഇവിടെ ഉള്ളത്. 16 വർഷം പഴക്കമുണ്ടെന്നാണ് പറയുന്നത് ഈ ചന്ദനമരങ്ങൾക്കൊക്കെ. നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. നല്ല രസകരമായിട്ട് ഇവരിവിടെ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ചന്ദന മരത്തിൻ്റെ ഒരു പ്ലാന്റേഷനിൽ നിൽക്കുന്നത്. ഞാൻ ഈ വീഡിയോ കാണിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടാണ്. മരം മാത്രമായിട്ടാണെങ്കിൽ മരം മാത്രമായിട്ട് നമ്മൾ കൊടുക്കും, പ്ലോട്ടാക്കിയാണെങ്കിൽ പ്ലോട്ട് മാത്രമായിട്ട് കൊടുക്കും. ഇപ്പോൾ ജോൺസേട്ടത് എത്ര വർഷത്തെ പഴക്കമുണ്ടാവും ഈ മരങ്ങൾ? ഇത് നമ്മളിപ്പോൾ 16 വർഷത്തോളമായി. ചന്ദനമുട്ടിയായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഓയിൽ എടുക്കണമെങ്കിൽ ഓയിൽ എടുക്കാം. ഇപ്പോൾ ഭൂമി മാത്രമായിട്ടാണെങ്കിൽ അങ്ങനെയും ഭൂമി മാത്രമായിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അതല്ല മരം മാത്രമാണ് വേണ്ടതെങ്കിൽ മരം മാത്രമായിട്ട് കൊടുക്കാം. ഈ തോട്ടം വാങ്ങുന്നവർക്കുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇവിടെ ഇലക്ട്രിസിറ്റിയും വാട്ടർ സപ്ലൈയും ഇനി ഇറിഗേഷനുള്ള എല്ലാ പ്ലംബിംഗ് വർക്കുകൾ എല്ലാം ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഇത് വാങ്ങുന്നവർക്ക് ഇതല്ല കുറച്ച് കഴിയുമ്പോൾ മറ്റൊരു ഇതിലേക്കൊന്ന് വേറെ ഏതെങ്കിലും ഒരു കൃഷി രീതിയിലേക്കോ അല്ലെങ്കിൽ വില്ല പ്രൊജക്റ്റിലേക്കോ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ തന്നെ അതിനുള്ള എല്ലാ തരത്തിലുള്ള ഒരു ഫെസിലിറ്റികളും ഇവിടെയുണ്ട്. തൊട്ട് ഫ്രണ്ടിൽ റോഡാണ്, ടാറിട്ട റോഡാണ്, നല്ല വീതിയുള്ള റോഡൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഭൂമി വാങ്ങുന്നവർക്ക് ഏത് തരത്തിലേക്കും ഈ ഒരു പ്ലോട്ടിനെ നമുക്ക് സ്വിച്ച് ചെയ്യാവുന്നതാണ്. ഞങ്ങളിവിടെ ഈ തോട്ടത്തിലിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ഒരു പാർട്ട്ണറായ ജോൺസൺ ചേട്ടൻ വലിയൊരു ചന്ദനമുട്ടിയായിട്ട് വരികയാണ്. അപ്പോൾ ഞങ്ങൾക്ക് അതൊക്കെ മണത്ത് നോക്കി. ഇവിടുത്തെ തന്നെ ചന്ദനമരത്തിൻ്റെ ചെറിയൊരു പീസാണ്. അടിപൊളിയാണ് കേട്ടോ, ശരിക്കും നല്ല ചന്ദനത്തിൻ്റെ കിടിലൻ സ്മെല്ലും നല്ല ക്വാളിറ്റിയുള്ള ചന്ദനമരം. കാതലുണ്ട് നന്നായിട്ട്, നല്ല സ്മെല്ലാണ്. ശരിക്കും നാച്ചുറലായിട്ടുള്ള ചന്ദനത്തിൻ്റെ മണം. അപ്പോൾ നമുക്ക് ഈ ചന്ദനത്തിൻ്റെ തൈകളൊക്കെ നമുക്ക് ഊത് നഴ്സറിയിൽ അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആണോ? അത് നമ്മുടെ കയ്യിൽ കിട്ടും. തൃശ്ശൂരുള്ള മലാക്ക ഊത് നഴ്സറിയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ തോട്ടത്തിൽ തന്നെ നമ്മുടെ തൈകളുണ്ട്, അവിടെ കിട്ടും, ചന്ദന തൈകൾ കിട്ടും. അതെങ്ങനെയാണ് റേറ്റൊക്കെ വരുന്നത്? എങ്ങനെയായിരിക്കും റേറ്റ്? നല്ല 3 അടിയുള്ള നല്ല ക്വാളിറ്റിയുള്ള തൈയാണ് നമ്മുടെ കയ്യിലുള്ളത്. 100 രൂപ റേഞ്ച് വരും. പിന്നെ അതിൻ്റെ കുറഞ്ഞതാകുമ്പോൾ 50 രൂപ റേഞ്ചിനൊക്കെ ഉണ്ട് തൈകൾ. ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് തൈകൾ വാങ്ങുന്നവർക്ക് അത് പൂർണ്ണ വളർച്ച എത്തിയതിന് ശേഷം ആ മരങ്ങൾ നിങ്ങൾ എടുക്കുന്നൊരു സംവിധാനം, അങ്ങനത്തെ ഒരു സർവീസ് നിങ്ങൾ ചെയ്യുന്നുണ്ടോ? അത് നമുക്ക് അതിനുള്ള ഏജൻറ്റുകളുണ്ട് നമ്മുടെ കയ്യിൽ. അതൊക്കെ നമുക്ക് സർവീസ് കൊടുക്കാം, അതിൻ്റെ പേപ്പേഴ്സൊക്കെ റെഡിയാക്കി കൊടുക്കാം. അതൊന്നും ഇവിടെ തമിഴ്നാട്ടിൽ അതിന് ബുദ്ധിമുട്ടില്ല.
കേരളത്തിലും അതിനുള്ള ബുദ്ധിമുട്ടില്ല. നമ്മളെല്ലാ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ എല്ലാം ശരിയാക്കി കൊടുക്കും. ഈ സ്ഥലത്തിൻ്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾക്ക് മലാക്ക ഊദ് നഴ്സറിയുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇതിൻ്റെ നമ്പറുകൾ, അവരുടെ നമ്പറുകൾ ഞങ്ങൾ താഴെ കൊടുക്കുന്നുണ്ട്. തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ തെൻപളനി എന്ന സ്ഥലത്താണ് ഈ ഒരു ചന്ദനത്തോട്ടം ഉള്ളത്. 2 ഏക്കറിൽ 850 ചന്ദന മരങ്ങളാണ് ഇവിടെ ഉള്ളത്. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.